Good morning, students. Welcome to this class. Today, the topic is effect of magnetic field on atomic orbits. Atomic orbituകളിൽ magnetic fieldന്റെ effect എന്താണെന്നാണ് ഇന്നത്തെ ടോപ്പിക്. ആദ്യമായി ഒരു പ്രോബ്ലം ലാസ്റ്റ് വീഡിയോയുടെ ബേസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഒരു സർക്കുലർ ലൂപ്പും തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ ലൂപ്പും തന്നിട്ടുണ്ട്. ചോദ്യം രണ്ടിലും കറണ്ട് ഉണ്ട് എങ്കിൽ സ്ക്വയർ ലൂപ്പിൽ എത്ര ടോർക്ക് ആക്ട് ചെയ്യും? സ്ക്വയർ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ ഏതായിരിക്കും അതിൻ്റെ ഇക്വിലിബ്രിയം ഓറിയന്റേഷൻ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് ചോദിച്ചത് സ്ക്വയർ ലൂപ്പിൽ എത്ര ടോർക്ക് എന്നാണ്. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ ഫോർമുല എം ക്രോസ് ബി ആണ്. പക്ഷെ ഇവിടെ എം എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ മൊമെൻ്റ് ആണ്, ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് സ്ക്വയറിൻ്റെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ആദ്യം മൊമെൻറ്റിൻ്റെ ഫോർമുല കറണ്ട് ഇൻറ്റു ഏരിയ, ഡയറക്ഷൻ ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. സർക്കിൾ ഹൊറിസോണ്ടൽ ആണ്, പെർപെൻഡിക്കുലർ വെർട്ടിക്കലാണ്, ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ കറണ്ട് പൈ എ സ്ക്വയർ ആണ്, ഏരിയ ഐ ആണ്, കറണ്ട് ഇസഡ് ക്യാപ്. പൈ എ സ്ക്വയർ ഐ ഇസഡ് ക്യാപ്പ് ആണ് സർക്കിളിൻ്റെ മൊമെൻറ്റ്. ഇനി സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B1 ഇസ് μ0/4πr³ 3m1 ഡോട്ട് r ഇൻറ്റു r മൈനസ് m1, 3m1z മൈനസ് m1z. സോ ഫോർമുല B1ൻ്റെ വാല്യൂ മൈനസ് μ0m1/4πr³ മൈനസ് z ക്യാപ് എന്ന് വരും. ബിക്കോസ് ദാറ്റ് വിൽ ബിക്കം, ദിസ് ടേം വിൽ ബിക്കം 0. ഇനി B1 കണ്ടുപിടിച്ചു, M1 ഇനി M2 അറിയാം. M2 എന്ന് പറയുന്നത് I ഇൻറ്റു ബി സ്ക്വയർ. ബി സ്ക്വയർ ആണ് ഏരിയ, ഇതിന് പെർപെൻഡിക്കുലർ, സ്ക്വയറിന് പെർപെൻഡിക്കുലർ y ഡയറക്ഷൻ ആണ്, അപ്പോൾ y ക്യാപ്പ് ആണ്. ബി സ്ക്വയർ y ക്യാപ്പ്. അപ്പോൾ നമ്മൾ ഇനി M2 ക്രോസ് B1 കണ്ടുപിടിക്കാം. M2 y ക്യാപ്പ് ക്രോസ് B1 ഇസ് മൈനസ് μ0m1/4πr³ z ക്യാപ്പ്. y ക്യാപ്പ് ക്രോസ് z ക്യാപ്പ് അല്ലെങ്കിൽ j ക്യാപ്പ് ക്രോസ് k ക്യാപ്പ്. യൂണിറ്റ് വെക്ടർ j ക്രോസ് k ഇസ് I. സോ അതിന് പകരം x ക്യാപ്പ് എന്നിട്ടിട്ടുണ്ട്. മൈനസ് വിൽ റിമെയിൻ ദ സെയിം, മൈനസ് μ0m1m2/4πr³ I ക്യാപ്പ്. So putting the value of M1 is pi a square I, M2 is b square I by 4πr³ I cap. So minus μ0 ab, pi and pi cancel out, for μ0/4r³ abi whole square x cap അല്ലെങ്കിൽ I cap. So that is the torque. So what will be the equilibrium orientation? The torque is acting in the minus z direction. So it is trying to rotate the torque is acting in the z direction. So that it will try to rotate into the minus x axis. That means it will rotate in the it will try to rotate towards the minus x axis. Now today's topic, effect of magnetic field on atomic orbits. Electrons not only spin, they also revolve around the nucleus. For simplicity, let us assume the orbit is a circle of radius r. Although technically this orbital motion does not constitute a steady current, in practice the period is so short that unless you blink very fast, it is like a steady current. അപ്പോൾ ആറ്റത്തിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് സ്പിൻ ചെയ്യുക മാത്രമല്ല, മറിച്ച് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ 2πr എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആണ്. അതിൻ്റെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 2πr/ടൈം ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 2πr/v ആണ്. അത് വളരെ ചെറുതാണ്, അതുകൊണ്ട് അതൊരു സ്റ്റഡി കറണ്ട് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഇപ്പോൾ ഈ കാണുന്ന ഇത് ന്യൂക്ലിയസ്, ഇതിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. റേഡിയസ് ഓർബിറ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് താഴോട്ടാണ്, കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട്. അപ്പോൾ മൈനസ് ഇസഡ് ആക്സിസ് ആണ് മൊമെൻറ്റിൻ്റെ വാല്യൂ. വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് മുകളിലേക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഓർബിറ്റിലേക്ക് വീണ്ടും ഒരു എക്സ്ട്രാ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം.
Already അവിടെ ഒരു current act ചെയ്യുന്നുണ്ട്. The current is E by T, that is T is already found, 2 pi r by V കണ്ടുപിടിച്ചിട്ടുണ്ട്. So EV by 2 pi r. ഇപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ എ, കറണ്ട് ഇൻറ്റു ഏരിയ, ഐ ആർ പൈ ഇൻറ്റു ഫോർ ഐ ഇൻറ്റു പൈ ആർ സ്ക്വയർ, സർക്കിളിൻ്റെ സ്ക്വയർ ഏരിയ പൈ ആർ സ്ക്വയർ. സോ ഐ ഈസ് ഇ വി ബൈ 2 pi r ഇൻറ്റു ഐ ഈസ് ഇ വി ബൈ 2 pi r ഇൻറ്റു പൈ ആർ സ്ക്വയർ. So pi and pi cut out, so r square and r will cut out, so remaining is minus EVR by 2. So the minus sign accounts for the negative charge of the electron. Like any other magnetic dipole, this one is subject to the torque. So when I place this atom in a magnetic field, it will experience a torque. What this electron orbit will experience a torque. So it's very harder to tilt the entire orbit than it is in the spin. So the orbital contribution to the paramagnetism is small. So however, there is a more significant effect on the orbital motion. So ഇവിടെ ഈ കേസിലാണെങ്കിൽ ഈ മാഗ്നറ്റിക് മൊമെന്റ് ഉള്ളത് കൊണ്ട് ഓൾറെഡി ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഇലക്ട്രോൺ ഓർബിറ്റ് കൊണ്ട് ഉണ്ടാകുന്നതുണ്ട്. പക്ഷേ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ് കൂടുതലുള്ളത്. കാരണം സ്പിൻ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. The electron speeds up or slow down depending on the orientation of B. മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും. ആരുടെ ഇലക്ട്രോണിൻ്റെ സ്പീഡ് കൂടുകയോ കുറയുകയും ചെയ്യും. പക്ഷേ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് കൂളോംബിക് ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0. ദിസ് ഇസ് ദ പ്രോട്ടോൺ. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ഇ സ്ക്വയർ, ഹൈഡ്രജൻ ആറ്റത്തിലിരിക്കുന്ന പ്രോട്ടോണും ഇലക്ട്രോണും ആണ് ഇയും. അപ്പോൾ ഇ സ്ക്വയർ MeV²/r, mass of the electron. അപ്പോൾ in the presence of magnetic field there is an additional force minus EV cross B, that is called as Lorentz force. For the sake of argument, let us say B is perpendicular to the plane of the orbit. So the total force, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടോട്ടൽ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, കൂളോംബിക് ഫോഴ്സും ലോറൻസ് ഫോഴ്സുമാണ് ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഫോഴ്സ് ആണ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഈ ലോറൻസ് ഫോഴ്സും കൂളോംബിക് ഫോഴ്സും കൂടെ ചേരുമ്പോഴാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആകുന്നത്. അപ്പോൾ നമ്മൾ 1/4πε0 E²/r² plus EVB is equal to MeV²/r. അപ്പോൾ EVB is equal to ME/r into V bar square. V bar square is the average velocity of the electron minus V square is the velocity before magnetic field is there. So V bar square minus V square is V bar plus V into V bar minus V. So V bar minus V is very small. So we can say delta V is equal to ERB by 2ME. So I am cancelling the V bar and V because V bar is approximately equal to V. So here V bar plus V is taken as 2. So 2 V bar and V bar cancel out. So 2ME will come here in the numerator. So then the delta nu will become ERB by 2ME. So this is the change in velocity, and that change in orbital speed produces a change in magnetic moment, dipole moment, because that is given by delta m is equal, because here we have found that magnetic dipole moment. Magnetic dipole moment of the electron orbit is minus EVR by 2. So instead of V, we have V plus delta V. So M will become M plus delta M. So what is delta M? Delta M is the change in magnetic moment due to the change in velocity. So delta M is minus 1/2 E delta V R Z. So what is the value of delta V? ERB by 2M. So we put the value minus E by 2 R into E square R square by, so we'll get E square R square by 4ME. So what happens is there is a change in the magnetic moment. So that the change in magnetic moment is opposite to the direction of B. So what will happen is an electron circling in the other way would have a dipole moment pointing upward, but such an orbit would be slowed. So what is the conclusion? ഇവിടെ എന്താണ് കൺക്ലൂഷൻ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ വെലോസിറ്റി മാറിയതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് മാറി. ഡൈപോൾ മൊമെന്റിന്റെ വ്യത്യാസം ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ വുഡ് ഹാവ് എ ഡൈപോൾ മൊമെന്റ് പോയിന്റിങ് അപ്വേർഡ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും, അതിന് ചേഞ്ച് ഉണ്ടാവുക.
ഇപ്പോൾ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഓർഡിനറി ദ ഇലക്ട്രോൺ ഓർബിറ്റ്സ് ആർ റാൻഡംലി ഓറിയന്റഡ്, ഓർബിറ്റൽ ഡൈപോൾമെന്റ്സ് ക്യാൻസൽ ഔട്ട്. അപ്പോൾ സാധാരണ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ ഓർബിറ്റുകളെല്ലാം പല ഡയറക്ഷനിലായിരിക്കും, അതുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോകും, ഓർബിറ്റൽ ഡൈപോൾമെന്റ് ക്യാൻസൽ ആയി പോകും. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്, ഈച്ച് ഫീൽഡ് ആറ്റം പിക്സ് അപ്പ് എ ലിറ്റിൽ എക്സ്ട്രാ ഡൈപോൾ മൊമെന്റ് ആൻഡ് ദീസ് ഇൻക്രിമെന്റ്സ് ആർ ആന്റി പാരലൽ ടു ദ ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഓരോ ആറ്റവും ഈ ചെറിയ എക്സ്ട്രാ ഡൈപോൾമെന്റിനെ ആഡപ്പ് ചെയ്ത് ഈ എല്ലാ ഇൻക്രിമെന്റും കൂടെ കൂട്ടി നമ്മുടെ എക്സ്റ്റേണൽ ഫീൽഡിന് ആന്റി പാരലൽ ആയിരിക്കും. ദിസ് ഇസ് ദ മെക്കാനിസം റെസ്പോൺസിബിൾ ഫോർ ഡയാമാഗ്നറ്റിസം. ഇതാണ് ഡയാമാഗ്നറ്റിസത്തിന് കാരണമായിട്ടുള്ളത്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിന അഫക്റ്റിംഗ് ഓൾ ആറ്റംസ്. ഇത് എല്ലാ ആറ്റംസിനെ അഫക്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ഫിനോമിനാണ്. ഹവർ ഇറ്റ് ഈസ് ടിപ്പിക്കലി മച്ച് വീക്കർ ദാൻ പാരാമാഗ്നറ്റിസം. പക്ഷേ പാരാമാഗ്നറ്റിസത്തേക്കാൾ വളരെ വീക്ക് ആയിരിക്കും. ഇറ്റ് ഈസ് therefore usually observed mainly in atoms with even number of electrons. സാധാരണ ഇത് കാണപ്പെടുന്നത് ഈവൻ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള സമയത്താണ് ഇത് കാണപ്പെടുന്നത്. വാലൻസ് ഇലക്ട്രോൺസ് ഈവൻ ആകുന്ന എലമെന്റ്സിലാണ് സാധാരണയായി പാരാമാഗ്നറ്റിസം കാണപ്പെടുന്നത്. ഡയാമാഗ്നറ്റിസം കാണപ്പെടുന്നത്, പാരാമാഗ്നറ്റിസം ഇങ്ങനത്തെ സ്ഥലത്ത് ആബ്സെന്റ് ആയിരിക്കും. പാരാമാഗ്നറ്റിസം ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി മാഗ്നറ്റൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മാറ്റർ ബിക്കംസ് മാഗ്നറ്റൈസ്. ദാറ്റ് ഈസ് അപ്പോൺ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഇറ്റ് ഈസ് കണ്ടെയ്നിങ് ടൈനി ഡൈപോൾസ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യും, മാഗ്നറ്റൈസ് ആവുന്നു. കാരണം വെച്ചാൽ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ഡൈപോൾസ് കാണപ്പെടുന്നു, മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ട്. അത് ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് the dipoles associated with the spin of the unpaired electrons experience a torque tending to line them up parallel to the field. അപ്പോൾ എന്താണ് പാരാമാഗ്നറ്റിസിൽ സംഭവിക്കുന്നത്? ഈ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ സ്പിൻ കൊണ്ടുണ്ടാകുന്ന, അതായത് മാഗ്നറ്റിക് ഡൈപോൾസ് എന്ന് പറയുന്ന ഓരോ ആറ്റവും, ആ ആറ്റത്തിലെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ സ്പിൻ എന്ന് പറയുന്നത് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും ആ ടോർക്ക് കൊണ്ട് ഈ ഡൈപോളുകളെ ഫീൽഡിന് പാരലാക്കി മൂവ് ചെയ്യിപ്പിക്കുകയും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പാരാമാഗ്നറ്റിസം നടക്കുന്നത്. അതേസമയത്ത് ഡയാമാഗ്നറ്റിസത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the orbital speed of the electrons is altered in such a way that to change the orbital dipole moment in a direction opposite the field. Diamagnetism is caused by orbital motion. അത് എങ്ങനെയാണ് ഓർബിറ്റൽ മോഷൻ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മെറ്റീരിയൽ എപ്പോഴെങ്കിലും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുകയും അവിടെ സ്പിൻ ക്യാൻസൽ ആയി പോകുന്നു. അവിടെ ഓർബിറ്റൽ മോഷൻ കൊണ്ടുണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റിന്റെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ് ആണ്. ആ ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റിന്റെ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഡൈപോളിനെ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് അലൈൻ ചെയ്യാനായിട്ട് കാരണമാകുന്നു. സോ ദാറ്റ് ഇസ് എ ടോർക്ക് ഈസ് എക്സ്പീരിയൻസിംഗ് ഇൻ എ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് വിൽ ട്രൈ ടു അലൈൻ ദ ഡൈപോൾ ഓപ്പോസിറ്റ് ടു ദ external magnetic field. Whatever the cause, we describe the state of magnetic polarization by the vector quantity. ഇത് പാരാമാഗ്നറ്റിസം ആണെങ്കിൽ ശരി, ഡയാമാഗ്നറ്റിസം ആണെങ്കിൽ ഡയാമാഗ്നറ്റിസം നടക്കുന്നത് ഈവൻ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ്സിലാണ്. എന്ത് തന്നെയാണെങ്കിലും മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് വോളിയം, ഒരു മീറ്റർ ക്യൂബിൽ എത്ര മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ടോട്ടൽ ഉണ്ടോ ആ വാല്യൂ ആണ് ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. It plays a role analogous to polarization in electrostatics. Electrostatic polarization ഏതുപോലെയാണോ അതുപോലെ മാഗ്നറ്റിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. So this is what the importance in this slide we can see. It is ferromagnetic materials, iron, cobalt, nickel are having ferromagnetic properties. That means even if you remove the magnetic field, that is the magnetization is retained. So that is why the dia and paramagnetism are weaker than the ferromagnetism. Okay, if you suspend a piece of paramagnetic material above a solenoid, the induced magnetization would be upward and hence the force will be downward. അതേസമയത്ത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ ഒരു പുറത്ത് മാഗ്നറ്റൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വീക്ക് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷെ ഫെറോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് a stronger forces than the paramagnetic material. And also if I am having a diamagnetic material, it will be repelled by the external magnetic field. That means paramagnetic material is attracted towards the field, but diamagnetic material is repelled away from the field. Okay, thank you. We come to the end of this video. One and all. Thank you.